ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെട്ട 2 കംപ്ലയിൻ്റ് ഒന്ന് നമുക്ക് സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, പിന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഓവറായിട്ട് റൈസ് ആവുന്ന കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ജസ്റ്റ് മൈനർ ചെക്കപ്പായിട്ടൊക്കെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ ലെവലൊക്കെ നോക്കുമ്പോൾ ഓയിൽ ലെവൽ കുറവായിട്ട് കണ്ടു. നമ്മൾ അഴിച്ചു നോക്കിയപ്പോൾ ഓയിലിൻ്റെ അവസ്ഥ ഇതാണ്. അതായത് മാറ്റുന്നതായിരിക്കും നല്ലത്. ഏകദേശം 3000 കിലോമീറ്ററാണ് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാഴ്ചയിൽ നമുക്ക് നോക്കുമ്പോൾ തീരെ മോശമായ ഒരു അവസ്ഥയിലാണ് കാണണം കേട്ടോ. അപ്പോൾ ഓയിൽ മാറ്റുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ എന്തായാലും അഴിച്ചു എന്നുള്ളൂ. ലെവൽ കുറവ് എത്ര ഓയിൽ ഉണ്ടെന്ന് അറിയാതെ നമ്മൾ അതിനകത്തേക്ക് ടോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഓയിലിൻ്റെ അവസ്ഥ മോശമായതാണ് കാണണേ. അപ്പോൾ നമുക്ക് മാറ്റണതാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്റർ കേബിളിൻ്റെയാണ് റേസിങ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കേബിൾ മാറ്റി പുതിയ കേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ പൊട്ടിയിട്ടുണ്ട്. അത് കൂടാതെ കൊണ്ട് ഈ വീലിൻ്റെ ഉള്ളിൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വീലുകളുണ്ട്. അതായത് ക്രൗണ് പിനിയൻ എന്ന് പറയും. അതുകൂടി നമുക്ക് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ ഗട്ടർ ഓടുന്ന സമയത്ത് ഫ്രണ്ടിൽ ഈ ഭാഗത്ത് ഈ ബുഷ് കംപ്ലയിൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു അടി തന്നെ ഉണ്ട് ഫ്രണ്ടിലത്തെ. അതും കൂടി ഒന്ന് കൂട്ടത്തിൽ അഴിച്ചു മാറണുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് അതിനകത്ത് അനുഭവപ്പെടുന്ന കംപ്ലയിൻറ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. ആക്സിലേറ്റർ കേബിളുണ്ട്. ഫ്രണ്ടിലത്തെ വീലിൻ്റെ ഈ ഫ്രണ്ടിലെ ഫ്രണ്ട് ബുഷ് സെറ്റ്, അതായത് ഫുള്ള് മാറണ്ട, ലിങ്കിൻ്റെ മാറണില്ല, ഈ കുഷൻ അസംബ്ലിയുടെ മാത്രം മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ക്രൗണ് പിനിയൻ സെറ്റ് സ്പീഡോമീറ്റർ കേബിൾ, ഇത്രയും കേസാണ് മെയിനായിട്ട് തന്നെ. അതിൻ്റെ എഞ്ചിൻ ഓയിലും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഞാനിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് വിളിച്ച് പറയാം. അതനുസരിച്ചിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം റിപ്ലൈ പറഞ്ഞാലും മതി നോക്കിയിട്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ.